ഇന്നെനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസാട്ടോ. അച്ചയുടെ പിറന്നാളായിരുന്നു നവംബർ 22-ാം തീയതി. അപ്പം അന്ന് ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചെങ്കിലും എനിക്ക് അച്ചയ്ക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വരാൻ ലേറ്റായി. അപ്പം അച്ചയുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഓട്ടോ ഒക്കെ പോയി കഴിയുമ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒരു പുകമയായിരിക്കും. അങ്ങനെ ഞാനൊരു ഫോൺ ഓർഡർ ചെയ്തത് അച്ചയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ളൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്രയും വലിയ ഇത്തിരി പൈസ കൂടുതലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാനേ, അല്ലാതെ ഞാൻ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഗിഫ്റ്റൊക്കെ ആയിട്ട് ബർത്ത്ഡേക്ക്. അപ്പോൾ ഇത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കൊടുത്തത്. എനിക്ക് ഭയങ്കര അധികം സന്തോഷമായിരുന്നു. പൊന്നുകുട്ടിയും വാവക്കുട്ടനാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അച്ചയുടെ പിറന്നാളിന് കേക്ക് മേടിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ല, കേക്കൊന്നും മേടിക്കണ്ട. അച്ചയ്ക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. എന്തായാലും കേക്കൊക്കെ സർപ്രൈസ് ആക്കി മുറിച്ചെങ്കിലും അത് പിന്നെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണല്ലോ. പക്ഷേ ഇതൊരിക്കലും കിട്ടുമെന്ന് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്ക് സന്തോഷമായി. സരൺ ചേട്ടനെ വിളിച്ചിട്ട് പറയായിരുന്നു കേട്ടോ, ഫോണൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്ത ആൾ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അനുപേൻ്റെ അടുത്തായിരുന്നു എല്ലാം വാങ്ങിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളത് കറക്റ്റായിട്ട് എനിക്ക് കൊണ്ടു തന്നു കേട്ടോ. അതിന് ഒരുപാട് നന്ദിയുണ്ട്. അഖിലേക്കാണ് ഫോൺ മേടിക്കണേന്നുള്ള രീതിയിൽ ഫോണിൻ്റെ ഫോട്ടോസും റേറ്റും കാര്യങ്ങളൊക്കെ അച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലത് സെലക്ട് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ സരൺ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും